ഹലോ ഗൈസ്, സിഞ്ചു ടെക് ഷെയറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സെർവറുകൾ എങ്ങനെ റിമോട്ട്ലി മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ റിമോട്ട്ലി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം, മോണിറ്റർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ പറ്റി പരിചയപ്പെടുത്താനാണ്. നോർമലി ഇതുപോലുള്ള ടൂളുകളെ റിമോട്ട് കൺട്രോളർ മാനേജർ അല്ലെങ്കിൽ എൻഡ് പോയിന്റ് മാനേജർ എന്നീ പേരുകളൊക്കെയാണ് പറയുന്നത്. ഇത് ഓരോ ബ്രാൻഡിനും ഓരോ പേരുകളാണ്, ഓരോ ടൂളുകളാണ്. എക്സാമ്പിളായിട്ട് IBM എൻഡ് പോയിന്റ് മാനേജർ എന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. IBMന്റെ പുതിയ പേരായ ലെനോവയിൽ ലെനോവോ എക്സ് ക്ലാരിറ്റി കൺട്രോളർ XCC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഡെല്ലിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെൽ റിമോട്ട് ആക്സസ് കൺട്രോളർ അഥവാ IDARC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം HP-യിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ലൈറ്റ് ഔട്ട് അഥവാ ILO എന്ന് പറയുന്നൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഫുജിറ്റ്സുവിലാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റിമോട്ട് മാനേജ്മെൻറ്റ് കൺട്രോളർ അഥവാ IRMC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ലെനോവയുടെ ലെനോവോ സിങ്ക് സിസ്റ്റം SR650 V3 എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് സെർവർ ലെനോവയുടെ റിമോട്ട് മാനേജ്മെൻറ്റ് ടൂളായ എക്സ് ക്ലാരിറ്റി കൺട്രോളർ വെച്ച് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. XCC പോർട്ട്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡാപ്റ്ററിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. XCC പോർട്ടിൽ വരുന്ന IP ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇതിന് കിട്ടുന്നൊരു IP എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ DHCP ഇല്ലെങ്കിൽ ഇത് തനിയെ ലേൺ ചെയ്യുന്ന IP 192.168.70.125 എന്ന് പറയുന്ന IP ആണ്. യൂസർ നെയിം വരുന്നത് യൂസർ ID ഓൾ ക്യാപ്സ്, പാസ്വേഡ് തന്നെയാണ് ഫുൾ ക്യാപ്സ്, പക്ഷേ WOക്ക് പകരം 0 ആയിരിക്കും. അഥവാ അവിടെ ഒരു DHCP ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ അവിടുത്തെ DHCP അസൈൻ ചെയ്തിരിക്കുന്ന IP ആയിരിക്കും ഇത് എടുക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സെർവർ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ബൂട്ട് സീക്വൻസിൽ തന്നെ ഫസ്റ്റ് ഈ IP കാര്യങ്ങളെല്ലാം അവിടെ വിസിബിളായിട്ട് കാണിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഓൾറെഡി അവിടെ വെച്ച് തന്നെ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ IP അഡ്രസ്സ് ഒരു DHCP വഴി എടുത്തത് മാറ്റിയിട്ട് ഒരു സ്റ്റാറ്റിക്കായിട്ട് IP അഡ്രസ്സ് ഓൾറെഡി ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ലോഗിൻ യൂസർ ID പാസ്വേഡ് നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറയും, പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ റിമോട്ടിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ XCCയുടെ IP അഡ്രസ്സ് നമ്മൾ ബ്രൗസറിൽ കൊടുക്കുന്നു, അതിൻ്റെ ലോഗിൻ യൂസർ ID പാസ്വേഡ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും സെർവറിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സെർവറിൽ എത്ര RAM ഉണ്ട്, CPU ഉണ്ട്, അതിൻ്റെ ഹാർഡ് ഡ്രൈവുകളുടെ സ്റ്റാറ്റസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ റെയ്ഡ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഈ സെർവറിൽ ടോട്ടൽ 6 ഹാർഡ് ഡ്രൈവുകളാണ് ഉള്ളത്. 1 TB വെച്ചിട്ടുള്ള ഏകദേശം 960 GB ആണ് 1 TB വെച്ചിട്ടുള്ള സെർവറുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യത്തെ 2 ഹാർഡ് ഡിസ്കുകൾ RAID 1ഉം ബാക്കിയുള്ള 4 ഹാർഡ് ഡിസ്ക് RAID 10ഉം ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കൊരു എറർ കിട്ടുന്നുണ്ട്. അത് എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു സെർവർ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബോട്ട് സീക്വൻസിലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അത് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടുത്തെ സിനാരിയോയിൽ അങ്ങനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഇതൊരു പുതിയ സെർവറാണ്, അതിൽ ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ സെർവർ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എന്തെങ്കിലും കോൺഫിഗറേഷൻ ഈ XCCന്ന് സേവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ സേവ് ചെയ്യുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ ഈ സെർവർ റീസ്റ്റാർട്ട് ആകുന്നത്. അതുകൊണ്ട് ഇത് സേവ് ആയില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു എറർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനാരിയോയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ XCCയിൽ തന്നെ കയറിയിട്ട് നമുക്ക് ഈ സെർവറിൻ്റെ റിമോട്ട് കൺസോൾ വ്യൂ കിട്ടും. അതായത് ഈ മോണിറ്റർ ആക്സസ് നമുക്ക് കിട്ടും. നമ്മളൊരു സെർവർ ഓൺ ചെയ്യുമ്പോൾ അതിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മോണിറ്ററിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂ നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വ്യൂ ഓപ്പൺ ചെയ്തിട്ട് അതൊരു സിംഗിൾ മോഡിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെർവർ റീബൂട്ട് ആയിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബൂട്ടിംഗ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ബൂട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബൂട്ടിങ് തടയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെർച്വൽ കീബോർഡ് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. വെർച്വൽ കീബോർഡിൽ ഇവിടെ കാണിക്കുന്നത് പോലെ F1 പ്രസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം സെറ്റപ്പിലോട്ട് പോകും. അതായത് നമ്മുടെ ബയോസ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ വിൻഡോയിലോട്ട് പോകും. അപ്പോൾ ആ വിൻഡോ ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ പിന്നെ സെർവർ വേറെ ബൂട്ടിങ്ങോ റീബൂട്ടോ കാര്യങ്ങളിലോട്ടൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ F1 അടിച്ചിട്ട് സിസ്റ്റത്തിൻ്റെ ആ റീസ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ബയോസ് മോഡിലോട്ട് ജസ്റ്റ് കണക്ട് ചെയ്തിടും. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ XCC കൺട്രോളിൻ്റെ വിൻഡോയിൽ വന്നിട്ട് RAID കോൺഫിഗറേഷനിൽ വന്നു
അവിടെ പുതിയൊരു റെയ്ഡ് കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഗറേഷൻ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പുതിയൊരു റെയ്ഡ് കോൺഫിഗറേഷൻ എടുക്കുകയാണ്. ആദ്യത്തെ 2 ഹാർഡ് ഡിസ്ക് ഞാൻ റെയ്ഡ് 1 ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കിയുള്ള 4 ഹാർഡ് ഡിസ്കുകൾ റെയ്ഡ് 10 ആക്കുന്നുണ്ട്. അപ്പോൾ റെയ്ഡ് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മീഡിയം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൻഡോസിൻ്റെ 2022 ഇവാലുവേഷൻ കോപ്പിയുടെ ISO ഇമേജ് ഞാൻ ഓൾറെഡി എൻ്റെ PC-യിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ വിൻഡോയിൽ നിന്ന് HCCയുടെ നമ്മുടെ റിമോട്ട് കൺസോൾ വിൻഡോയിൽ നിന്ന് ഈ ഇമേജ് ഞാൻ മൗണ്ട് ചെയ്ത് കാണും. അപ്പോൾ ഈ കാണുന്നത് പോലെയാണ് നമ്മളത് മൗണ്ട് ചെയ്യുന്നത്. എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഈ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ ഇമേജ് മൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സെർവർ ഈ ഇമേജ് വെച്ച് ബൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സെറ്റപ്പും കൂടി ചെയ്തതിന് ശേഷം നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെർവർ ബൂട്ട് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ 1 ടൈം ബൂട്ട് മെനു F12 വെച്ച് ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബൂട്ട് മീഡിയം അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി അതൊരു CD ഡ്രൈവായിട്ട് കാണിക്കും. ഇമേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കുന്നു. ബൂട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ CD ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മൾ നോർമലി സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇമേജ് ലോഡാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലോഡായതിന് ശേഷം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിൻഡോ തരുന്നു. അവിടെ നിന്ന് നമ്മൾ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് 22ൻ്റെ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പാർട്ടീഷൻ ഏത് ഡ്രൈവിലാണ് സെലക്ട് ചെയ്യേണ്ടത്, പാർട്ടീഷൻ ചെയ്യണോ വേണ്ടയുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ നിലവിലുള്ള എല്ലാ പാർട്ടീഷനും ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ റെയ്ഡ് 1ഉം റെയ്ഡ് 10ഉം ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ റെയ്ഡ് 1 ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് 2 ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുന്നു. പിന്നീട് ഇത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നോർമൽ ഒരു ഹാർഡ് ഡ്രൈവ് അറ്റാച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ കൂടുതൽ ടൈം നമ്മൾ റിമോട്ട്ലി ഇങ്ങനെ ചെയ്യുമ്പോൾ എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ CD-ROM അത് ലോക്കലി അറ്റാച്ച്ഡ് അല്ല. എൻ്റെ PC-യിൽ നിന്ന് വേണം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്ക് ത്രൂ ഈ സെർവറിൽ ലോഡാവാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോർമലി ഇൻസ്റ്റാൾ ചെയ്യാൻ എടുക്കുന്നതിന് ഒരു ഡബിളോ ട്രിപ്പിളോ ടൈം എടുക്കാം. പക്ഷേ നമുക്കിത് റിമോട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ വിൻഡോസ് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നോർമലി വിൻഡോസ് സെർവറുകൾ റീബൂട്ട് ആവും. ഈ ടൈമിൽ നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റലേഷൻ മീഡിയ ഉണ്ടല്ലോ, അതൊന്ന് അൺമൗണ്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഇൻ കേസ് ബൂട്ടിംഗ് പ്രയോറിറ്റി CD ഡ്രൈവിലാണ് വീണ്ടും കിടക്കുന്നതെങ്കിൽ ബൂട്ട് ചെയ്ത് കയറുന്നത് ഇതേ CD ഡ്രൈവിലായിരിക്കും. അപ്പോൾ നമ്മുടെ വിൻഡോസ് ലോഡ് ആവില്ല. അതുകൊണ്ട് ഞാൻ അത് അൺമൗണ്ട് ചെയ്യണം. അതിനുശേഷം നോർമലി സെർവറുകൾ നമുക്കെല്ലാം അറിയാം, ഫസ്റ്റ് ബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് വിൻഡോ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തു. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെർവറിൽ ലോഗിൻ ചെയ്യുകയാണ് പുതിയ പാസ്വേഡ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് അഡാപ്റ്റർ നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് DHCP വഴി അത് ഓൾറെഡി IP അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെർവർ മാനേജർ ഓണായി. നമ്മൾ നോർമലി ഒരു സെർവർ സ്റ്റാർട്ടായി വരുമ്പോൾ ചെയ്യുന്ന ബേസിക് കാര്യങ്ങളായിട്ടുള്ള എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഡിസേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ഞാൻ നെറ്റ്വർക്ക് ഈ സെർവറിനും ടോട്ടൽ 4 അഡാപ്റ്ററാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനൊരു നെറ്റ്വർക്ക് ടീമിംഗ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിഡൻഡൻസി ഉണ്ടാവും. ഒരു അഡാപ്റ്റർ ഡൗൺ ആയാലും മറ്റൊരു അഡാപ്റ്റർ വഴി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ ടീം ക്രിയേറ്റ് ചെയ്യുന്നു. 4 അഡാപ്റ്ററുകളും സെറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യുകയാണ്. ടീമിങ്ങിന് ശേഷം അടുത്തായി ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ റിമോട്ട് ഡെസ്ക്ടോപ്പ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ റിമോട്ട് ഡെസ്ക്ടോപ്പ് വിൻഡോ എടുക്കുന്നു. അതിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് സർവീസ് എനേബിൾ ചെയ്യുന്നു. ബൈ ഡിഫോൾട്ട് അഡ്മിനിസ്ട്രേറ്ററിന് ലോഗിൻ പെർമിഷൻ ഉണ്ടാകും, അത് കൊടുക്കുന്നു. സെർവറിൻ്റെ പേര് മാറ്റുന്നു. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ഈ സെർവർ DHCP വഴിയാണ് ഇതിൻ്റെ IP കിട്ടിയിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ മാനുവലായിട്ട് IP സെറ്റ് ചെയ്തു. റിമോട്ട് ഡെസ്ക്ടോപ്പ് സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ IP അസൈൻ ചെയ്തതിന് ശേഷം റിമോട്ട് ഡെസ്ക്ടോപ്പ് വർക്ക് ചെയ്യണ്ടില്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ IP എടുത്തു. ഞാൻ റിമോട്ട് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ പുതിയ IP അഡ്രസ്സ് കൊടുത്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സെർവർ റിമോട്ടിൽ ഇരുന്നുകൊണ്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെയ്ഡ് കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്ത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ റിമോട്ട് ഡെസ്ക്ടോപ്പ് കോൺഫിഗർ ചെയ്ത് അത് നമ്മൾ ലോഗിൻ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ഷെയറും ലൈക്കും എല്ലാം ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.